അതൊരു പാവാണ് ഉമ്മ. അതെ, എല്ലാ ദിവസവും നേരത്തെ വരും ജോലിക്ക്. ഞാൻ ഇന്നലെ അവർക്ക് കുറച്ച് ക്യാഷ് കൊടുത്തുങ്ങാണ്ട് സഹായിച്ചു. കാശ് കൊടുക്ക? എനിക്ക് എന്തിന്റെ കേടാ മോളെ? ജോലിക്കാരെ അവർ സ്ഥാനത്ത് നിർത്തിയില്ലാന്നുണ്ടെങ്കില് നാളെ എന്റെ തലയെ കയറും അവര്. അത് മനസ്സിലാക്കിക്കോ. അങ്ങനൊന്നും ഇല്ലമ്മ. ഞാൻ അവരെ മോൾക്ക് കോളേജിൽ ചേർക്കാനേ ക്യാഷ് ഇല്ലാന്ന് പറഞ്ഞപ്പോഴേ കുറച്ച് ക്യാഷ് കൊടുത്ത് സഹായിച്ചെന്ന് തന്നെ ഉള്ളു. അവരെ ഹസ്ബൻഡ് മരിച്ച മുതൽക്ക് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളെ കുഞ്ഞോളെ ഡ്രസ്സൊക്കെ കൊടുക്കും അവരെ മോൾക്ക്. കാശില്ലാത്തവരാണോ മോളെ കോളേജിലൊക്കെ ചേർക്കുന്നത്? എല്ലാ മാസം മാസം ഫീസ് എങ്ങനെ ഒരു കൊടുക്കും? ചിലർ പറഞ്ഞു അത്രയും ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ് എന്നുള്ളത്. അതോ ഇങ്ങനെ മാസം മാസം ഫീസ് അല്ല ഓരോന്നും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുവോ? എന്റെ പൊന്നുമ്മ, ഞാനേ അവരെ മോൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കൊടുത്തതാണ് ക്യാഷ്, അല്ലാതെ കോളേജിൽ ചേർക്കാൻ വേണ്ടിയിട്ടല്ല. കോളേജിൽ ചേർക്കാൻ അവർക്കൊക്കെ ഗവൺമെന്റ് കോളേജൊക്കെ പറ്റുള്ളൂ. നമ്മളെ പോലുള്ളവർക്ക് തന്നെ ഫീസ് കൊടുത്തുങ്ങാണ്ട് കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാനേ താങ്ങണില്ല. എന്നിട്ടാണ് ഈ പാവപ്പെട്ട അവര് തിന്നാൻ പോലും വകയില്ല അവർക്ക്. എന്നിട്ടല്ല അവര് ക്യാഷ് കൊടുത്തുങ്ങാണ്ട് കോളേജിലൊക്കെ പഠിപ്പിക്കണം. അത് ലക്ഷങ്ങളെ. അതെല്ലാം ഗവൺമെന്റ് കോളേജിലേറ്റാവും. എന്താച്ചാണ്ട് കാത്തോട്. ഞാൻ കുറച്ചേരം അവിടെ കെടുക്കട്ടെ. ഞാൻ നമ്മ അടുക്കളയൊക്കെ അങ്ങോട്ട് ചെല്ലട്ടെ. ഇത്തേ വരാനയക്കണം. ഇത്ത, ഞാൻ ഇപ്പം ഉമ്മാനോട് പറഞ്ഞിട്ടുള്ളൂ ഇത്താനെ കണ്ടില്ലല്ലോ എന്നുള്ളത്. മോളെ, ഞാൻ നേരെ വയ്ക്കാ. ഇമ്മ വന്നിക്കണാ? ഇനിയിപ്പോ കുറച്ച് ദിവസത്തിന് മോൾക്ക് കൂട്ടായിട്ട് ഉമ്മ ഉണ്ടാവുമല്ലോ അവിടെ. ഇമ്മ നല്ല വൈകിട്ടേ വന്നത്. പിന്നെ നിങ്ങൾ ഈ മുറ്റത്തിന്റെ 4 ഭാഗത്തുനിന്ന് അടിക്കണേ നല്ലോ ചമ്മലുണ്ട്. ഇന്നലെ അടിച്ചതാണെങ്കിലോ ദിവസം കൈ എത്തണം. ഇമ്മാക്കേ പ്രത്യേകിച്ച് ഒരു ഒസ്വാസിന്റെ സൂക്കടുള്ളതാണ്. അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇമ്മ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കറിയിലേ ലേശം എരുട്ടാ മതി. അമ്മക്ക് അധികം എരും പറ്റൂല. നിങ്ങളെ മോളെ കോളേജിൽ ചേർത്താ? ഇവിടെ അടുത്തെങ്ങാനും കോളേജിലാണാ? അല്ല, കോഴിക്കോടാണ്. എന്താണ് കോളേജിന്റെ പേര്? അത് കിട്ടുന്നില്ല മോളെ. തന്റെ നാവുതുമ്പത്ത് ഇങ്ങനെ കിടന്ന് കളിക്കണ്. എന്തോ ഒരു പേരാണ്. കോഴിക്കോടാണത്തെ ചേർത്തത് മോളെ? അപ്പൊ ഇത്ര ഫീസ് കെട്ടിട്ടാണോ മോളെ പഠിപ്പിക്കണത്? നിങ്ങൾ ഫീസ് എത്ര കെട്ടി? 2 ലക്ഷം മോളെ. എന്തിയാ 2 ലക്ഷം? ഒന്നുമില്ലത്താ. ഇത്തന്ന ജോലി ചെയ്യി പോയിട്ട്. ഞാൻ മിറ്റത്തുനിന്ന് തന്നെ തുടങ്ങട്ടെ പണി. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞത്? ഇച്ചല്ലേ പറഞ്ഞത് ഒരു പാവാണ്, ഒന്നും ഇല്ലാത്തവരാന്നുള്ളതൊക്കെ. ഇപ്പൊ 2 ലക്ഷം കൊടുത്തിട്ടാണ് മകളെ കോളേജിൽ ചേർത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പൊരുള എനിക്ക് മനസ്സിലായ? വെറും ഉടായിപ്പാണ് ഈറ്റങ്ങളൊക്കെ. നമ്മളെ കുഞ്ഞോളെ വരെ നമ്മൾ 1 ലക്ഷം കൊടുത്തിട്ടാണ് പഠിപ്പിക്കുന്നത്. ആ സ്ഥാനത്താണ് ഒരു 2 ലക്ഷം കൊടുത്തിട്ട് മോളെ കോളേജിൽ പഠിപ്പിക്കുന്നത്. 1-2 പൈസയാണ് ഈ 2 ലക്ഷം അല്ലേ? എനിക്കറിയില്ലല്ലോ അവരിത്ര പഠിച്ച കല്യാണെന്നുള്ളത്. ദാരിദ്ര്യം പറിച്ചിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്തവരാന്നാണ് വിചാരിക്കുള്ളൂ. നമ്മള് അത്രയും പാവത്തോടക്കനെയാണ് ദാരിദ്ര്യം പറിച്ചത്. ഇതിപ്പോ നമ്മളെ മോളെക്കാട്ടി വലിയ കോളേജിലാണ് അവരെ ചേർത്തിക്കുന്നത്. ഇപ്പൊ തോന്നുന്നതേ നമ്മളെ മോളെക്കാട്ടി മുന്നിലെത്താളെ വിദ്യ ഒരു കാണിക്കുകയാണ്. ഇത് 2 ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ടാണ് അവർ ചേർത്തിക്കുന്നത്. ഒന്നൊന്നല്ല. നമ്മളെ മോളെ വരെ നമ്മൾ ഇത്ര വലിയ ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്നില്ല. പഠിച്ച കള്ളികളാണ്. എന്താണ് ഒരു കാര്യം ചെയ്യും? എന്തെങ്കിലും പറഞ്ഞാണ്ട് ഇനി ഇങ്ങോട്ട് ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞാളാം. എന്തെങ്കിലും ഒരു നഗ്നായം പറഞ്ഞാണ്ട് ഓരോ ഇവിടുന്നോട്ട് പറഞ്ഞയച്ചാളാം. ജോലി ഇല്ലാതാവുമ്പോഴേ എങ്ങനെ ഒരു മോളെ പഠിപ്പിക്കണമെന്ന് നമുക്ക് കാണാലോ. അല്ലെങ്കിൽ നമ്മളെ കുഞ്ഞോളെക്കാട്ടി മുന്നിലെത്തുന്നതേ കണ്ടിട്ടേ നമ്മൾ ഇങ്ങനെ ഇരിക്കേണ്ടി വരും. അത് മനസ്സിലാക്കിക്കോ. ഇത് നല്ലത് എന്നൊക്കെ ചെയ്യുന്നതൊക്കെ എനിക്ക് വടക്കത്തേരെ വരുള്ളൂ. ജോലി ഇല്ലാതാവുമ്പോഴേ എങ്ങനെ ഓരോ മോളെ പഠിപ്പിക്കണമെന്ന് നമുക്ക് കാണാലോ. ഓരോട് എന്തെങ്കിലും പറഞ്ഞിട്ടേ നീ ജോലിക്ക് വരണ്ടാന്ന് പറഞ്ഞാളാം. ഇത് അങ്ങനെ ചെയ്തോ. അത് ശരിയാണ് ഉമ്മ പറഞ്ഞത്. ഇവിടുത്തെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മോളെ കോളേജിൽ പോക്ക് അവിടെ നിന്നോളും.
അപ്പൊ പിന്നെ തള്ളനെ പോലെ മോള് ആരാന്റെ പാത്രം മോറാൻ പോയിക്കോളും. ജോലി ഇല്ലാതെ അവരെങ്ങനെ മോളെ പഠിപ്പിക്കാൻ നമുക്കൊന്ന് കാണണല്ലോ. ആ, അങ്ങനത്തെ എന്നെ വേണ്ടത്. എന്റെ മനസ്സിലിത് ഉണ്ടായിരുന്നു, തള്ളനെ പോലെ മോളും പാത്രം മോറാൻ പോകണം എന്നുള്ളത്. പിന്നെ ഞാൻ ഇതെന്ത് വിചാരിപ്പിച്ചിട്ട് ഞാൻ ഒന്നും പറയുന്നത്. അങ്ങനത്തെ എന്നെ വേണ്ടത്. ആ ഇത്ത, ജോലി കഴിഞ്ഞോ? ആ മോളെ കഴിഞ്ഞു. ഇന്നത്തെ ഇറങ്ങട്ടെട്ടാ. ഇത്ത കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മോള് പറഞ്ഞ മരിക്കാനെ എരി കുറവാണ്. ഇന്നത്തെ ഇറങ്ങട്ടെട്ടോ. അല്ലേ, നാളെ വരണ്ടട്ടോ. പിന്നെ ഞാൻ രാവിലെ നിങ്ങളോട് പറയാൻ മറന്നതാണ്. നിങ്ങൾ നാളെ മുതലേ ജോലിക്ക് വരണ്ട. ഇമ്മാന്റെ അടുത്തുള്ള അറിവിലുള്ള ഒരു കുട്ടിയെ കുറെ കാലമായി ഇവിടെ ജോലി വല്ലതുണ്ടോ എന്നുള്ളത് ചോദിച്ച് ഇങ്ങനെ വിളിക്കും. ഇമ്മാക്കും വിളിക്കത്ര. അപ്പൊ ഉമ്മ ഇപ്പൊ നിന്നോട് പറയേ. അതാണെങ്കിൽ പറ്റ ദാരിദ്ര്യം പിടിച്ച ആൾക്കാരാണ്. തീരെ ഇല്ല, ഇത്താന്റെ അത്ര ഇല്ല, ഇന്റെ അത്ര ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ അത് ചിലപ്പോ അടുത്ത ആഴ്ച മുതൽ വരും. ചിലപ്പോ നാളെ തന്നെ വന്നുകൂടായില്ല. അതുകൊണ്ട് ഇനി ഇത്തങ്ങി ഇങ്ങോട്ട് ജോലിക്ക് വരണ്ടട്ടോ. ഇത്താക്ക് പിന്നെ ഈ ജോലിയൊന്നും ചെയ്തിട്ട് വേണ്ടല്ലോ ജീവിക്കാന്. ഈ 2 ലക്ഷമൊക്കെ കൊടുത്തിട്ടല്ലേ മോളെ പഠിപ്പിക്കണത്. അത് പിന്നെ അത്ര വലിയ ദാരിദ്ര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ വലിയ ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഇത്താന്റെ മോളെ 2 ലക്ഷമൊക്കെ കൊടുത്ത് പഠിപ്പിക്കുവോ? ഞങ്ങൾ തന്നെ ഇവിടെ കുഞ്ഞോളെ 1 ലക്ഷമൊക്കെ കൊടുത്തിട്ടാ പഠിപ്പിക്കുന്നത്. അതന്നെ ഞങ്ങൾ ഉണ്ടാക്കാൻ പെടുന്ന പാടേ ഞങ്ങൾക്കേ അറിയുള്ളൂ. ഇന്നത്തെ പൊയ്ക്കോ, നാളെ മുതൽ വരണ്ടട്ടോ. ആയിക്കോട്ടെ മോളെ, ഞാൻ ഇറങ്ങട്ടെ. ആ പിന്നെത്താ, ഇത്താ ചോദിക്കണോണ്ടൊന്നും തോന്നരുത് ഇത്താ. ഇപ്പൊ ആകെ ഇവിടെ ടൈറ്റിലാണ്, അതുകൊണ്ടാണ് ചോദിക്കണത്. ഞാൻ ഇന്നലെ ഇത്താക്ക് കുറച്ച് ക്യാഷ് തന്നീലേ, അതുണ്ടെങ്കില് ഇത്ത മോളെടുത്തൊന്ന് കൊടുത്തയക്കണേ. ഇത്താക്ക് പിന്നെ ക്യാഷിനൊന്നേ ബുദ്ധിമുട്ട് കാണൂലല്ലോ. 2 ലക്ഷമൊക്കെ കൊടുത്തിട്ടല്ലേ മോളെ പഠിപ്പിക്കണത്. അപ്പൊ ഇത്ത മോളെടുത്താന്ന് കൊടുത്തയക്കണട്ടാ. ഞങ്ങളൊക്കെ ഭയങ്കര ടൈറ്റിലാത്താ, ഇത്താനെ പോലെ ഒന്നല്ല. ഞാൻ കൊടുത്തയക്കാം മോളെടുത്ത്. ഇന്ന് ഞാൻ പോട്ടെ. ഉമ്മാനെന്താ കാണാത്ത? ഇത്ര നേരം വകരയല്ല. ഇമ്മ നേരം വൈകി? എന്തമ്മ മുഖം വല്ലാതിരിക്കണേ? ഏയ് ഒന്നുമില്ല മോളെ. ജേ ഇമ്മാക്ക് എടുത്തൂല്ലേ വെള്ളം എടുത്തോടുന്ന? ഞാൻ ഇപ്പൊ കൊടുന്നേരം. പിന്നെ ക്യാഷിനൊന്നേ ബുദ്ധിമുട്ട് കാണൂലല്ലോ. 2 ലക്ഷമൊക്കെ കൊടുത്തിട്ടല്ലേ മോളെ പഠിപ്പിക്കണത്. ഇതമ്മ വെള്ളം കുടിക്കും. നാളെ മുതല് ഇമ്മാനോട് ജോലിക്ക് ചെല്ലണ്ടാന്ന് പറഞ്ഞു മോളെ. അതെന്ത് പറ്റിമ്മ? ജോലിക്ക് ചെല്ലണ്ടാന്ന് പറഞ്ഞു. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യോ? എന്താന്ന് ഉമ്മാക്കും അറിയില്ല മോളെ. പക്ഷെ ഉമ്മാക്ക് ഒരു കാര്യം മനസ്സിലായി മോളെ. പാവപ്പെട്ട് നമ്മളെ പോലത്തെ ദാരിദ്ര്യം പിടിച്ചുള്ളവര് എന്നും ദാരിദ്ര്യം പിടിച്ച് ജീവിക്കാൻ പാടുള്ളൂ. അതൊക്കെ പോട്ടെ. മോള് നല്ലോണം പഠിച്ചിട്ട് മോള് ആഗ്രഹിച്ച പോലത്തെ ജോലി നേടണം കേട്ടോ. മോൾക്കറിയാല, നമ്മൾ ഈ പുറന്റെ ആധാരം വെച്ചിട്ടാണ് മോളമ്മ കോളേജിൽ ചേർത്തത് എന്നുള്ളത്. അത് മോള് മറക്കരുത് കേട്ടോ. അതെനിക്കറിയാലമ്മ, നമ്മൾ ആധാരം വെച്ചിട്ടാണ് ഇന്ന കോളേജിൽ നമ്മൾ ചേർത്തത് എന്നുള്ളത്. മോള് നാളെ ഈ വള്ള ക്ലാസ് അവിടെ കൊണ്ടുവെക്ക്. ഇമ്മേ ആ സൈനാത്താന്റെ അടുത്തൊന്ന് പോയിട്ട് വരാം. ഇമ്മാനോട് നാളെ ഒരു പറഞ്ഞിരുന്നേ ഒരു ഓഡിറ്റോറിയത്തിൽ അടിച്ചൊരു തുറക്കണ ജോലി ഉണ്ട് എന്നുള്ളത്. അത് അന്ന് എനിക്ക് പിന്നെ തട ജോലി ഉണ്ടായപ്പോ ഞാൻ പറഞ്ഞ് ഞാൻ ഇല്ല എന്നുള്ളത്. മോള് ആ ക്ലാസ് അവിടെ കൊണ്ടുവെക്കട്ടോ. ഞാൻ അത് ഉണ്ടോന്ന് പോയി ചോദിച്ചു നോക്കട്ടെ.
ഇപ്പൊ വരാം. മോളെന്താ വിളിപ്പിച്ച്? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിനാ? അത്യാവശ്യം ഉണ്ടോന്ന് ചോദിച്ചാ അത്ത, ചെറിയൊരു അത്യാവശ്യം ഉണ്ടായിന്. ഇത്താന്റെ അറിവിലേ ഇക്ക് പറ്റിയ വല്ല ജോലി എന്തെങ്കിലും കിട്ടുമോ? ഇത്താക്ക് അറിയാല, പെട്ടെന്നായിരുന്നു ഇക്കാന്റെ മരണം. പിന്നെ ബിസിനസ്സൊക്കെ ആകെ പൊട്ടി തകർന്നും ചെയ്ത്. ഉള്ളത് നുള്ളി പെറുക്കിയിട്ടാണ് മോളെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്. അവളാന്നുണ്ടെങ്കിലോ ഒരു കുഞ്ഞായപ്പോ അവിടെ പറ്റൂല എന്നിട്ട് ഇങ്ങോട്ട് പോവുകയും ചെയ്തു. സത്യം പറയാലെത്താ, ഇവിടെ പോയി പട്ടിണിയാണ്. റേഷൻ കടത്തെ അരി കിട്ടും. വലിയൊരു ഞമ്മക്കൊക്കെ വല്ല ചമ്മന്തിയും കൂട്ടിങ്ങാണ്ട് ചോറുന്ന. പക്ഷെ കുഞ്ഞോളെ കുട്ടിയെ അതൊന്നും തിന്നാനുള്ള പ്രായമായിട്ടിയല്ലോ. ചെറിയ പ്രായം. സ്കൂളിൽ ചേർക്കാൻ വരെ ഫീസ് ഇല്ലാത്ത അവസ്ഥയാണ്. ആയ കാലത്ത് വലിയ സ്കൂളിലൊക്കെ ചേർത്തിട്ടേ ഇപ്പൊ പാവപ്പെട്ട സ്കൂളിൽ ചേർക്കാൻ പോകുമ്പോ എല്ലാവർക്കും ഒരു പരിയാസത്ത. മോളെ ഇത്തപ്പോ ജോലിക്കൊന്നും പോക്കില്ല. ഇത്താന്റെ മോൾക്ക് ജോലി കിട്ടിയ മുതൽക്കേ അവൾ ഇന്നെ ജോലിക്കൊന്നും പറഞ്ഞയക്കലില്ല. അവൾക്കിപ്പോ നമ്മളിവിടെ ഉള്ള ഹോസ്പിറ്റലില് ട്രാൻസ്ഫർ ആയി കിട്ടിയിരിക്കണ്. ഗൈനക്കോളജിസ്റ്റ് ആണ് ആളെ. മോള് വിഷമിക്കണ്ട. കുഞ്ഞോൾക്ക് പറ്റി വല്ല ജോലിയായി മോളെ ഹോസ്പിറ്റലില് കിട്ടോ നോക്കാൻ പറയാം മോളോട്. എന്നാ ഞാൻ പോട്ടെ മോളെ. മോളെ എന്ന് വിളിച്ചിരുന്ന് മോളെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ലാൻ പറഞ്ഞിട്ട്. അതാണ് ഇത്ത ഈ അപായൊക്കെ ഇട്ട് വന്നിക്കുന്നത്. മോള് വിഷമിക്കണ്ട, നമുക്കൊക്കെ ശരിയാവും. ഞാൻ മോളോട് സംസാരിക്കട്ടെ കേട്ടോ. ഞാൻ നത്ത ഇറങ്ങട്ടെ.